ഹായ് ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഔട്ടിങ് വീഡിയോ ആണ്. അപ്പോൾ വീട്ടിലൊക്കെ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോഴത്തേക്കും ബോറടിച്ചു തുടങ്ങി. അപ്പോൾ ഒന്ന് പുറത്തോട്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു ചായക്കടയിൽ നിർത്തി ചായയൊക്കെ കുടിച്ചു. ഞാൻ ചായ കുടിക്കാറില്ല, അവൻ മാത്രം ചായ കുടിക്കാറുള്ളൂ. അപ്പോൾ അവൻ ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്ത സ്ഥലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലങ്കോടാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ഈ സ്ഥലം ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഷോർട്സിലും റീൽസിൽ അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിൽ തന്നെ ഒരുപാട് കേട്ടിട്ടുമുണ്ട്, പക്ഷേ നേരിട്ട് ഇതുവരെയും കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് പോയാലോ എന്ന് ചോദിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നല്ല നൈസ് വൈബായിരുന്നു കേട്ടോ. കാരണം മഴയൊക്കെ പെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കണേണ്. ആ ഒരു ടൈമിൽ നല്ല കാറ്റും എല്ലാം കൂടി ആയപ്പോഴത്തേക്കും നല്ലൊരു വൈബ് തന്നെയായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ കെട്ടി കിടക്കുന്നുണ്ട് പാടത്ത്. അപ്പോൾ അതൊക്കെ കണ്ടാൽ ശരിക്കും പുഴ ഇങ്ങനെ കുളം ആ ഒരു വൈബൊക്കെയാണ്. അപ്പോൾ വെറുതെ ഇങ്ങനെ കാലൊക്കെ ഇട്ടിരുന്നു കുറച്ച് നേരം. അപ്പോഴത്തേക്കും അതിലേക്കൂടി പോയൊരു ചേട്ടൻ പറഞ്ഞ് അതിലെ പാമ്പൊക്കെ കയറാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വേഗം അവിടെ നിന്ന് മാറി. അതുകൊണ്ട് അവിടെ കുറച്ച് നേരം കൂടി ഇങ്ങനെ ജസ്റ്റ് നടന്നു. പിന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്യണത്. കാരണം ഞാൻ ഒരു പ്രോപ്പർ സിറ്റിയിൽ നിന്ന് വന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു ഇത് എനിക്ക് ആദ്യമായിട്ടാണ്. അപ്പോൾ എനിക്ക് അതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇങ്ങനെ വിരുന്നും കാര്യങ്ങളൊക്കെ പോകണമല്ലോ. അപ്പോൾ ഇവൻ്റെ വീട്ടിൽ എവിടെയും വിരുന്നിന് പോയിട്ടില്ല. അപ്പോൾ ഈ കൊല്ലങ്കോടിൻ്റെ അടുത്ത് ഇവൻ്റെ ഒരു മേമ താമസിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അന്ന് അവിടെയും കൂടി കയറിയിട്ട് പോകാം എന്നുള്ള രീതിക്ക് ഇറങ്ങി. അപ്പോൾ അവിടുത്തെ പശുക്കളാട്ടോ അത് ആ ഫാമിലെ കണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് പശുക്കളൊക്കെ ഒരുമിച്ച് ഇങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചതേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് എന്നിട്ട് നേരെ ഞങ്ങളൊരു ഡാമിലോട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അതായത് മേമയുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ ഡാം. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വെച്ചിട്ട് അവിടെയും കൂടി പോയി. അവിടെ എത്തിയപ്പോഴത്തേക്കും മഴയൊക്കെ ഒന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, പൊടിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, കുറച്ചൊരു ആ ഒരു വൈബും കൂടെ എൻജോയ് ചെയ്ത് നിന്നായിരുന്നു. പിന്നെ ഇവിടെയും വെള്ളം കണ്ടപ്പോഴത്തേക്കും ഞാൻ വെറുതെ വിട്ടില്ല, വേഗം പോയി ഇറങ്ങി വെള്ളത്തിൽ കുറച്ച് നേരം കാലൊക്കെ കഴുകി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ തുണി അലക്കാനൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ വരുന്ന സ്ഥലമാണ്. അതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് പിന്നെ അധികം നേരം നിന്നില്ല. പിന്നെ കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അധികം നേരം പിന്നെ അവിടെ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് വേഗം ഇറങ്ങി പിന്നെ നേരെ ഒരു കള്ള് ഷാപ്പിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ വൈബ് എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ കള്ള് ഷാപ്പ് വൈബും കൂടെ എൻജോയ് ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് അവിടെയും കൂടി ഒന്ന് കയറി ഒരു ചിക്കൻ ചില്ലിയോ അതോ എന്തോ ചിക്കൻ 65 എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 1 ലിറ്റർ കള്ളും മുന്തിരിക്കള്ളാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മുന്തിരിക്കള്ളിന് കേക്ക് അല്ലാണ്ട് ഇതുവരെ ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല. അപ്പോൾ അതും കുടിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ അതും കൂടെ കുടിച്ചു. പിന്നെ കൊത്തു പൊറോട്ടയും കൂടി ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുവരെ.